എല്ലാവർക്കും നമസ്കാരം. കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ചൂടുപിടിച്ച ചർച്ചകളിൽ ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ആരോപണ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ. നമ്മൾ ഇതിന്റെയൊക്കെ തുടക്കത്തിൽ, ഈ ആരോപണങ്ങളുടെയൊക്കെ തുടക്കത്തിൽ കണ്ടതാണ് UDF നേതാക്കന്മാരെല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനെ പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അതിനുശേഷം ഈ ആരോപണ വിധേയർ ഒരുപാട് തെളിവുകൾ പുറത്തുവിട്ട സാഹചര്യത്തിൽ ഈ പിന്തുണ പ്രഖ്യാപിച്ച സകല നേതാക്കന്മാരും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെച്ച് ഒഴിയണം എന്നാവശ്യപ്പെടുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അന്നൊന്നും ഒരു കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാരും കാര്യമായിട്ട് പ്രതികരിച്ച് കണ്ടില്ല. പിന്നീടാണ് കഴിഞ്ഞ ദിവസം തൃക്കാക്കര MLA ശ്രീമതി ഉമാ തോമസിന്റെയും അതേപോലെ തന്നെ ഷാനിമോൾ ഉസ്മാന്റെയും സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണാനിടയായി. നമ്മളൊക്കെ സാധാരണ ആളുകൾ, ഞാനിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന് സംസാരിക്കുന്ന വ്യക്തിയല്ല എങ്കിൽ കൂടിയും നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ മനസ്സിൽ ചിന്തിച്ച കുറെ കാര്യങ്ങളാണ് അവരവരുടെ സ്റ്റേറ്റ്മെന്റായിട്ട് പുറത്തേക്ക് വിട്ടത്. അതിലൊന്ന്, ശ്രീമതി ഉമാ തോമസ് പറഞ്ഞത്, ഇത്രമാത്രം ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിൽ ഒന്നുപോലും താൻ ചെയ്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഇതൊന്നും തന്റേതല്ല എന്നോ രാഹുൽ മാങ്കൂട്ടം എവിടെയും വ്യക്തമായൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ കുറച്ച് വനിതാ പ്രവർത്തകർ, പെൺകുട്ടികൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ പ്രവർത്തനം മതിയാക്കി പ്രവർത്തിക്കാൻ വരുന്ന പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കേണ്ട നേതാക്കന്മാർ തന്നെ അവരെ ചൂഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ മാറ്റി നിർത്തേണ്ടത് ഇത്തരം നേതാക്കന്മാരെയല്ലേ എന്നുകൂടി അവർ കൂട്ടിച്ചേർക്കുന്നു. ഷാനിമോൾ ഉസ്മാനും ഇതേപോലെയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റും വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഇതുപോലെ കാര്യങ്ങൾ വരുമ്പോൾ അവരെന്തുകൊണ്ട് ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിൽ നിന്ന് മാറി നിന്ന് അദ്ദേഹം ഈ കാര്യങ്ങളെ നോക്കിക്കാണട്ടെ എന്നാണ് ഷാനിമോൾ ഉസ്മാനും സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ കൂടി എനിക്ക് ഏറ്റവും ഒരു അത്ഭുതമായി തോന്നിയ ഒരു കാര്യം, ഈ രണ്ട് സ്ത്രീജനങ്ങളും പ്രതികരിച്ച സമയത്ത് അവരുടെ സ്റ്റേറ്റ്മെന്റുകൾക്ക് താഴെ വന്നിരിക്കുന്ന കമന്റ്സുകളാണ്. ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ തെറ്റ് ചെയ്തതിനെ ന്യായീകരിക്കാനും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരെ തിരസ്കരിക്കാനും കാണിക്കുന്ന വ്യഗ്രത, അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ഒരു സമൂഹത്തിൽ. കാരണം നിങ്ങൾക്ക് ആ കമന്റ്സ് വായിക്കുമ്പോൾ കുറെയൊക്കെ മനസ്സിലാകും ഒരു യൂത്ത് കോൺഗ്രസുകാരുടെ ഭാഷ്യം ഏത് രീതിയിലാണെന്നുള്ളത്. കാരണം ശ്രീമതി ഉമാ തോമസ് കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും വീണ് ആക്സിഡന്റ് പറ്റിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെപ്പോലും അവര് ഒരു ഹരാസ്മെന്റിനായിട്ട് ആ ഒരു കാര്യം പോലും യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ നമുക്ക് വേദന തോന്നും. അതിന് താഴെ വന്ന പല കമന്റ്സിൽപ്പെട്ട ഒരു കമന്റ് ആയിരുന്നു, അന്ന് ആ കലൂർ സ്റ്റേഡിയം വീണ് പരിക്ക് പറ്റി കിടന്ന സമയം കൊണ്ട് ഇതൊക്കെ തീർന്നു പോയിരുന്നെങ്കിൽ, മരിച്ചു പോയിരുന്നെങ്കിൽ എത്രയോ നന്നായേനെ എന്ന്. അതുപോലെ വേറെ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറയുമ്പോൾ ശ്രീമതി ഉമാ തോമസ് MLA സംബോധന ചെയ്തിരിക്കുന്നത് ഈ കിളവി എന്നാണ്. ഈ കിളവി എന്തിനു വന്നിങ്ങനെ പ്രസംഗിക്കുന്നു? ഇവർക്ക് എന്ത് യോഗ്യതയുണ്ട്? PT തോമസ് മരിച്ചതിന് ശേഷം ഇവരെ MLA ആക്കി വെക്കാൻ എന്ത് യോഗ്യതയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്? കോൺഗ്രസിൽ ഒരുപാട് കഴിവുള്ള ആളുകൾ നിൽക്കുമ്പോൾ ഈ കിളവിക്കൊക്കെ എന്താണ് പ്രസക്തി എന്നാണ് ചോദിച്ചത്. ഇവർക്കൊക്കെ അടുക്കളയിൽ ഇരുന്നാൽ പോരെ, വീട്ടിലിരുന്നാൽ പോരെ എന്നാണ് ഒരാളുടെ ചോദ്യം വന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ മെന്റാലിറ്റി എന്ന് പറയുന്നത്, ഒരു സ്ത്രീ പുറത്തു വന്ന് സംസാരിച്ചാൽ, അവർക്ക് എതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ സഹിഷ്ണുതയോടെ കേൾക്കാൻ അവർക്ക് സാധിക്കില്ല. പകരം അസഹിഷ്ണുതയോടുകൂടി അവരെ വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രായം കഴിഞ്ഞ സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം എന്നാണോ, അല്ല സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം എന്നാണോ ഈ മാന്യ അദ്ദേഹം കരുതിയിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ ഭാഷ്യം അതായിരുന്നു. അതോടൊപ്പം ഒരാൾ പറഞ്ഞിരിക്കുന്നത്, ഈ പറയപ്പെട്ട വ്യക്തി, അതായത് ഇവള് ഇങ്ങനെ പറഞ്ഞത്, ഇവള് തൃക്കാക്കര ബൈ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഇവള് ജയിപ്പിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം അഹോരാത്രം പണിയെടുത്തു, വല്ലാതെ കഷ്ടപ്പെട്ടു. അപ്പോൾ അവനെതിരെ ഇങ്ങനെ പറയാനായിട്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയാനായിട്ട് ഇവർക്ക് എങ്ങനെ തോന്നുന്നു? ഇവൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ആ സഹോദരനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഒരാൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് തോന്നിവാസം കാണിക്കാനുള്ള ഒരു പ്ലേസ് അല്ല, അല്ലെങ്കിൽ അതിനൊരു പെർമിഷൻ അല്ല. ശ്രീമതി ഉമാ തോമസിന് വേണ്ടി കഷ്ടപ്പെട്ട UDF പ്രവർത്തകർ ഒരുപാടുണ്ട്, രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല. അത് വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും സ്വന്തം പ്രസ്ഥാനത്തെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വന്തം പ്രസ്ഥാനം നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടോ അഹോരാത്രം പണിയെടുത്ത ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും അവിടെയുണ്ട്. എന്ന് വെച്ചാൽ അവരൊക്കെ ഇതുപോലത്തെ തോന്നിവാസത്തിന് പോവുകയാണോ? ഷാനിമോൾ ഉസ്മാനും ശ്രീമതി ഉമാ തോമസും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര അസഹിഷ്ണുത? നിങ്ങളുടെ നേതാവ്, ഇപ്പൊ പറയുന്ന രാഹുൽ മാങ്കൂട്ടം, നിങ്ങളുടെ നേതാവ് ഇത്രമാത്രം തെളിഞ്ഞവനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ആ ഒരു ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ആ ഒരു വോയിസ് റെക്കോർഡ് അത് എന്റെ അല്ല എന്ന് നിസ്സംശയം പറയാനായിട്ട് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുന്നില്ല? അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഈ സ്ത്രീകൾ അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ എന്തിനു വേണ്ടി രാഹുലിന്റെ അടുത്ത് പോയി? അവളുമാര് പോയിട്ടല്ലേ എന്ന് ചോദ്യമുണ്ട്.
അല്ലെങ്കിൽ അവളുമാര് മറ്റുള്ള രീതിയിൽ നിന്നിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദ്യമുണ്ട്. ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ, ഇവൻ പോയതോ? ഈ രാഹുൽ മാങ്കുട്ടം എന്തിനു പോയി? അവന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇവൻ ആ പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്ന് കയറിയെന്ന് കൂട്ടിക്കോ, ഇനിയിപ്പോ അങ്ങനെയും ചിന്തിച്ചോ, ആ പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്ന് കയറി, ഇവൻ എന്തുകൊണ്ട് നിന്ന് കൊടുത്തു ഇങ്ങനെയൊക്കെ പോവാനായിട്ട്? ഇവൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന വ്യക്തിയല്ലേ, ഒരു MLA അല്ലേ, അതിന്റേതായ പ്രതിബദ്ധതയില്ലേ സമൂഹത്തോട്? അവരുടെ സ്വഭാവത്തിൽ പാലിക്കേണ്ട മാന്യതകളും മര്യാദകളും ഇല്ലേ? അതിന്റെയൊക്കെ ബാക്കി പത്രമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സൈബർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം, നിങ്ങൾ നിൽക്കുന്നതും നിങ്ങളുടെ നേതാവും കറക്റ്റ് ആൾക്കാരാണ്. കാരണം ഞങ്ങൾക്ക് ചെയ്യാം, പക്ഷെ നിങ്ങൾ പറയരുത്. നേതാവിന് വേണ്ടി നിങ്ങൾ സിന്താപ് വിളിച്ച് ഈ അഭിപ്രായം പറയുന്ന ആളുകളുടെ അടുത്ത് വന്ന് ഇതുപോലെ കമന്റ്സ് ഇടുമ്പോൾ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, തെറ്റ് കണ്ടാൽ നല്ല ആളുകൾ പ്രതികരിക്കും, അല്ലാതെ കൂടെ നിൽക്കുവല്ല വേണ്ടത്. ഇപ്പോഴും നിങ്ങൾ ചോദിക്കും ഇവര് പോയിട്ടില്ലേ എന്ന്. അപ്പോഴും ഞാൻ ചോദിക്കും, ഇയാള് കൊണ്ടുപോകാൻ നിന്നിട്ടല്ലേ? ആരായിരുന്നു സൂക്ഷിക്കേണ്ടത് സുഹൃത്തുക്കളെ? ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട്, ഒരു ജനപ്രതിനിധിയായിട്ട് നിന്നുകൊണ്ട്, ഈ സമൂഹത്തിലെ ഇറങ്ങി ഇടപെടേണ്ട വ്യക്തി എന്ന നിലയിൽ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ശ്രദ്ധിക്കേണ്ട കാര്യം രാഹുൽ മാങ്കൂട്ടം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആ പാർട്ടിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കേണ്ടി വരുന്നത്. അത് ആര് കാരണമാണ്? ആരുടെ സ്വഭാവ വൈകൃതം കാരണമാണ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഈ സ്ത്രീജനങ്ങളുടെ അടിയിൽ വന്ന് ഇതുപോലെ വൃത്തികെട്ട കമന്റ്സ് ഇടുന്നതും വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച് അവരെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതും നിർത്തൂ. നിങ്ങൾ ചിന്തിക്കുക, ഇതുപോലെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്ന് മനസ്സിലാക്കുക.